കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജോർജ് കുര്യനും RSSും BJPയുമെല്ലാം കേരളത്തിനെതിരെയാണ്. അവരുടെ ലക്ഷ്യം കേരളമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യം വേണമെന്ന് പറയുന്നത്. സാമ്പത്തിക പ്രതിരോധവും ആശയ പ്രതിരോധവും സൃഷ്ടിക്കാനാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രമം. AI വിഷയത്തിൽ നിലപാട് മാറിയിട്ടില്ല. AI സംവിധാനം മുഴുവൻ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. AI സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ജോർജ് കുര്യനും RSകാരും BJPക്കാരും ഗവൺമെന്റ് പ്രതിനിധികളും മന്ത്രിമാരുമെല്ലാം കേരളത്തിനെതിരാണ്. കേരള വിരുദ്ധമായ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റപ്പോൾ അന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ്. കേരളം പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർക്കാവാകുന്നുണ്ട്. അതിപ്പോഴും ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നോക്കണം കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ജോർജ് കുര്യനും പറയുന്നത്. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് നിൽക്കുകയാണ്. ഇത് കോൺഗ്രസോ മാർക്സിസ്റ്റോ BJPയോ GO ഒന്നുമല്ല പ്രശ്നം. കേരളത്തെ ഒരു തരത്തിലും അനുവദിക്കില്ല. അത് സാമ്പത്തിക പ്രതിരോധം മാത്രമല്ല, ആശയതലത്തിലും അത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി ജനങ്ങളായ ഒറ്റക്കെട്ടായിട്ട് കൂടിയിട്ട് CPIM മാത്രമല്ല, എല്ലാവരും കേരളീയരായ മുഴുവനാണ്. ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രശസ്ത എഴുത്തുകാരും അങ്ങനെ എല്ലാവരും പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകണം. ഇല്ലെങ്കിൽ കേരളത്തിന് കിട്ടി കാശും ഇവർ തരാൻ പോകില്ല. നമ്മുടെ ഈ കേരളത്തെ നേടിയ ഈ ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ്